അവിടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അല്പസമയം മുൻപാണ് മാധ്യമങ്ങൾക്ക് CPIM പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. മാധ്യമങ്ങൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അധ്യയനത്തെ അത് ബാധിക്കും, അധ്യയനം തടസ്സപ്പെടും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, രമേശ് ചെന്നിത്തലയാണ് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. കളക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, പുതിയ കെട്ടിടത്തിലേക്ക് അധ്യയനം മാറ്റുമെന്നൊക്കെ പറയുകയാണ്. അത് വൈകിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു അവധി ദിവസമായിരുന്നു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. ഇപ്പോൾ ആ പ്രതിഷേധം അത് എങ്ങനെയാണ്? പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണോ? പോലീസൊക്കെ എത്തിയില്ലോ? നിലവിൽ ഇത് പ്രതിഷേധമൊന്നും പറയാൻ കഴിയില്ല. ഒരുതരം പിടിവാശിയാണ് ഇവിടെ നടക്കുന്നത്. അതായത് രാവിലെ പഞ്ചായത്ത് അംഗം CPM പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളെ തടഞ്ഞു. അതിനുശേഷം CPM ആ വിഷയത്തെ അത്ര കാര്യമായി എടുക്കുന്നില്ല. മാധ്യമങ്ങളെ തടയരുത് എന്നുള്ളത് തന്നെയായിരുന്നു CPIM പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ പിന്നീട് പ്രശ്നവുമായി എത്തിയത് നിബുവിൻ്റെ സഹോദരൻ കേരള കോൺഗ്രസ് പ്രവർത്തകനായ ആൾ കുറച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകരുമായി എത്തി മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകനെ തടഞ്ഞു വെക്കാനും കയ്യേറ്റം ചെയ്യാനുമുള്ള ശ്രമമാണ് നടത്തിയത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഒരു തരത്തിലും ഈ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആ കാര്യത്തിൽ അവരുടെ സർക്കാരിൻ്റെയും ഒക്കെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു തരത്തിലും മാധ്യമങ്ങളെ വിലക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു നിലപാട് അറിയിച്ചതുമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ BJPയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ്. അത് പഞ്ചായത്തിലേക്കാണ്. പഞ്ചായത്താണ് ഈ സ്കൂളിൻ്റെ ചുമതല. അതായത് UP സ്കൂൾ ഒക്കെ പഞ്ചായത്താണ് നിയന്ത്രിക്കേണ്ടത്. ആ പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ അൺഫിറ്റായ കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അതുകൊണ്ട് അവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ചിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന്. അല്പസമയത്തിനുള്ളിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. അതിനുശേഷം KSUയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഒരു സംയുക്ത മാർച്ചാണ്. ഈ സ്കൂളിലേക്കാണ്. അതും ഏകദേശം ഒരു 10:10 അറിയിച്ചിരിക്കുന്നത്. 11 ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തായാലും ഈ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവത്തിൽ രമേശ് ചെന്നിത്തല അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെതിരെയും ഒപ്പം ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെയുമാണ് വലിയ ജനരോഷം ഉയരുന്നത്. SMC അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആണെങ്കിൽ പോലും അത് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ച് നടത്തുന്ന ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇവിടുത്തേത്. അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ലാതെ പറയുകയാണെങ്കിൽ ഈ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളുകളിൽ ഒന്നാണ് കാർത്തികപ്പള്ളി UP സ്കൂൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കതിനെ കുറച്ച് കാണിക്കേണ്ടതുമില്ല. പക്ഷേ ഇവിടെ നടത്തുന്ന ഈ രാഷ്ട്രീയ ഇടപെടലുകളാണ് നിലവിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സ്കൂളിനൊരു അപഖ്യാതി പടർത്തുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതല്ലാതെ മുകളിലേക്കുള്ള നേതൃത്വങ്ങൾ കൃത്യമായ പക്വമായ നിലപാടുകൾ തന്നെ സ്വീകരിക്കുമ്പോഴാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് അത് തെറ്റായ രീതിയാണ്, പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഇന്നിപ്പോൾ അധ്യയനം നടക്കുന്ന പുതിയ കെട്ടിടത്തിലാണല്ലോ, അവിടെ എല്ലാം സാധാരണ രീതിയിൽ തന്നെയാണല്ലോ അശ്വിൻ? തീർച്ചയായും നമുക്ക് പുതിയ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. അവിടെ വളരെ സുഗമമായി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകളാണ്. ഇന്നലെ രാത്രി തന്നെ അധ്യാപകരും രക്ഷിതാക്കളും അടക്കം താൽക്കാലിക കെട്ടിടത്തിൽ നിന്ന് ബെഞ്ചുകളും മറ്റ് സാമഗ്രികളുമെല്ലാം ക്ലാസ് റൂം തുറന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമായ ബോർഡുകളടക്കം പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ സുഗമമായി അധ്യയനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകർ കൃത്യമായി ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ DD അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്കൂളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കാനൊപ്പം ജില്ലാ കളക്ടർ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതടക്കം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി പോകുന്നുണ്ട്, വളരെ സുഗമമായി നടക്കുന്നുണ്ട്. അനുജ.